നമസ്കാരം. പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. സുഹൃത്തുക്കളെ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 1599 മുതൽ 1948 വരെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും അവയുടെ വർഷങ്ങളുമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പി എസ് സിയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്നത് കാലഗണത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോഴും നമുക്ക് എന്ത് വേണം? കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പി എസ് സി ചോദിക്കും ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ വർഷം തന്നിരിക്കും, മറ്റേ സൈഡിൽ സംഭവം തന്നിരിക്കും. അത് തമ്മിൽ നമ്മൾ ചേരുംപടി ചേർക്കാനും ചോദിക്കും. അങ്ങനെ പല രീതിയിലും പി എസ് സി ചോദിക്കുന്ന വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്നൊരു മേഖലയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും. ഉദയം പേരൂർ സുനഹദോസ് വർഷം 1599. ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം എത്രയാ? 1599. കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി മാസം 3-ാം തീയതി. കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം എത്രയാ? 1553 ജനുവരി മാസം 3-ാം തീയതി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എത്രയാ? 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എത്രയാ? 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കൃത്യമായ ഡേറ്റ് പി എസ് സി ചോദിച്ചുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ ഡേറ്റ് പഠിച്ചു വെച്ചോളണം. കുളച്ചൽ യുദ്ധം നടന്നതെന്നാ 1741 ഓഗസ്റ്റ് മാസം എത്രയാ? 10-ാം തീയതി. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1793 1797. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1793 1797 വരെ ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന 1800 മുതൽ 1805 വരെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11-ാം തീയതി. ഡേറ്റ് സഹിതം പഠിച്ചോളണേ, പക്കാ പഠിച്ചോളണം. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1809 ജനുവരി മാസം 11-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി മാസം 3-ാം തീയതി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. തൃപ്പടിദാനം അഥവാ ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1800 മുതൽ 1805 വരെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. ഓർക്കുക. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളനെ. കുറിച്യ കലാപം നടന്ന വർഷം 1812. മേൽമുണ്ട് സമരം നടന്ന വർഷം 1822. മേൽമുണ്ട് സമരം നടന്ന വർഷം 1822. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയായി മാറിയ വർഷം 1859. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയായി മാറിയ വർഷം 1859. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി. ഡേറ്റ് ഫുള്ള് പഠിച്ചു വെച്ചോളണേ. ഒരുപാട് തവണ ഈ ഡേറ്റ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്ന 1891 ജനുവരി മാസം 1-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്ന 1891 ജൂൺ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896
സെപ്റ്റംബർ മാസം 3-ാം തീയതി. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. സമത്വ സമാജം രൂപീകരിച്ച വർഷം 1836. ഈ ഡേറ്റ് കാണാതെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സമത്വ സമാജം രൂപീകരിക്കപ്പെട്ട വർഷം 1836. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 1903 മെയ് മാസം 15-ാം തീയതി. SNDP സ്ഥാപിതമായ വർഷം എന്ന 1903 മെയ് മാസം 15-ാം തീയതി. ഡേറ്റ് മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഫുൾ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം എത്രയാ? 1907. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യ കലാപം നടന്ന വർഷം 1812. മേൽമുട്ട് സമരം നടന്ന വർഷം 1822. മേൽമുട്ട് സമരം ചാന്നാർ ലഹളയായ വർഷം 1859. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. സമത്വ സമാജം രൂപീകരിക്കപ്പെട്ട വർഷം 1836. SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903 മെയ് മാസം 15-ാം തീയതി. സാധുജന പരിപാലന സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1907. യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ട വർഷം 1908. ഡേറ്റ് പഠിച്ചോളനെ, ഇപ്പോ PSC ട്രെൻഡിങ് കിടക്കുന്നതാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ട വർഷം 1908. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1909. ഇപ്പോൾ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1909 നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപീകൃതമായ വർഷം 1914 ഒക്ടോബർ മാസം 31-ാം തീയതി. ചോദിക്കാൻ സാധ്യതയുണ്ട്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപീകരിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ മാസം 31-ാം തീയതി. ആത്മവിദ്യാ സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1917. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ആത്മവിദ്യാ സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1917. ആനന്ദ മഹാസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1918. ആനന്ദ മഹാസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1918. മലബാർ കലാപം നടന്ന വർഷം 1921. ഇവിടെ വെച്ച് പഠിച്ചു പോണം, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ പഠിച്ചു തുടങ്ങിയ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഡേറ്റ് ആണ്. മലബാർ കലാപം നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10-ാം തീയതി. ഡേറ്റ് സഹിതം ഫുള്ള് പഠിച്ചു വെച്ചോളനെ. വാഗൺ ട്രാജഡി നടന്നതെന്നാണ് 1921 നവംബർ മാസം 10-ാം തീയതി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതി. ഡേറ്റ് മൊത്തം പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതിയാണ്. ഓർക്കുക. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. യോഗക്ഷേമ സഭ ആരംഭിച്ചത് 1908. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ച വർഷം 1909. നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ച വർഷം 1914 ഒക്ടോബർ മാസം 31. ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ആനന്ദ മഹാസഭ ആരംഭിച്ച വർഷം 1918. മലബാർ കലാപം നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10-ാം തീയതി. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതി. അതുപോലെ ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം എത്രയാ? 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കടക്കൽ
പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ മാസം 12-ാം തീയതി. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. കയ്യൂർ സമരം നടന്ന വർഷം 1941. കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു വർഷമാണ്, പഠിക്കുക. കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. തോൽവിറക് സമരം നടന്ന വർഷം 1946 നവംബർ മാസം 15-ാം തീയതി. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 മുതൽ 1948 വരെ. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 മുതൽ 1948 വരെ. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ചോദിച്ചാൽ 1920, 1925, 1927, 1934, 1937 ഇങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 1925, 1927, 1934, 1937 എന്നീ 5 വർഷങ്ങളിലാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത്. ഈ 5 വർഷങ്ങളും ഒരു സെറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കിഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. കരിവെള്ളൂർ സമരം നടന്നത് 1946. തോൽവിറക് സമരം നടന്നത് 1946 നവംബർ 15. കുട്ടംകുളം സമരം നടന്നത് 1946. പാലിയം സത്യാഗ്രഹം നടന്നത് 1947, 48 കാലഘട്ടത്തില്. അതുപോലെ മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളാണ്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.